ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻസ് ആയ ജാസ്മിനും ഗബ്രിയും തന്നെയാണ് നെഗറ്റീവ് രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാണിക്കുന്ന പല കാര്യങ്ങളും ഓഡിയൻസിന് ദഹിക്കുന്നില്ല. ഓഡിയൻസിന് മാത്രമല്ല, അവരുടെ ഫാൻസിനാണെങ്കിൽ പോലും പുറത്തുനിന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫാൻസ് ഒക്കെ അണഞ്ഞ ഒരു രീതിയിലാണ് ഉള്ളത്. കാരണം ആദ്യം കോംബോ ഉണ്ടാക്കിയ ആൾക്കാർക്ക് പോലും ഇപ്പം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കമന്റ്സ് ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ആൾക്കാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട് ഒരുമിച്ച് മാറിയിരുന്നിട്ട് പറയുകയാണ്. മാറിയിരുന്നെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർ മാറിയിരുന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ബാക്കി ആരുമായിട്ടും അധികം ഇന്ററാക്ട് ചെയ്യത്തില്ല. ഇവർ രണ്ടുപേരും മാത്രമായിട്ട് മാറിയിരുന്ന് ഇവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് എപ്പോഴും ചെയ്യാറ്. അപ്പൊ അതുപോലെ തന്നെ ഇന്നലെ രാത്രിയും ഇതുപോലെ ഇരുന്ന് സംസാരിക്കണ സമയത്ത് ഇവരുടെ സ്വാഭാവികമായിട്ടും ഇവർ എപ്പോഴും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് കെട്ടിപ്പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവർ സംസാരിച്ച ചില കാര്യങ്ങളാണ്. അതായത് നാളെ തൊട്ട് ഗബ്രി പറയാണ് ജാസ്മിനോട്, നാളെ തൊട്ട് നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അതായത് എല്ലാവരെയും നമുക്കൊന്ന് കബളിപ്പിക്കാം, എല്ലാവരും പെട്ടെന്ന് ഇവരെന്താ മാറിയെന്ന് കരുതണം. ആ രീതിയിൽ നാളെ രാവിലെ നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നീ വേഗം ഫുഡ് കഴിക്കാൻ പോകാം, പക്ഷെ ഞാൻ വരത്തില്ല. അപ്പൊ അവരൊക്കെ നിന്റെ അടുത്ത് വന്ന് ചോദിക്കും, എവിടെ ഗബ്രി എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കണ സമയത്ത് നീ എന്ത് പറയണമെന്ന് വെച്ചാലും, അയ്യോ ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ പറയണം എന്ന് ഗബ്രി ജാസ്മിന് പറഞ്ഞു കൊടുക്കണം. ജാസ്മിന് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇവന്റെ കൂടെ നടക്കുന്നത് തന്നെയാണ് ജാസ്മിന് ഇൻട്രസ്റ്റ്. പക്ഷെ എങ്കിലും ഓക്കെ എന്നുള്ള രീതിയിൽ ജാസ്മിനും പറയുന്നുണ്ട്. ഗബ്രി എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് കാണുന്ന സമയത്ത് അവരൊക്കെ വിചാരിക്കും, ഓ ഇവര് തമ്മി തെറ്റി, അല്ലെങ്കിൽ ഇവര് തമ്മി ഇനി ഇൻഡിവിജ്വലായിട്ട് നിൽക്കുവാണ്, ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ അന്തം വിടും എന്നാണ് ഗബ്രി പറയണത്. അതായത് ചക്കരയും അടയുമായി നടന്ന ആൾക്കാർ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും പോലെ മാറി മാറിയാണ് ഇപ്പൊ നടക്കണേന്ന് ആൾക്കാർ പറയും എന്നൊക്കെയാണ് ഗബ്രി സ്വയമായിട്ട് ജാസ്മിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്തായാലും നോക്കാം നമുക്ക് ജാസ്മിൻ അങ്ങനെ ഗബ്രിയുടെ അടുത്തുനിന്ന് മാറി നടക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ടാസ്ക് ആണെങ്കിലും എന്തൊക്കെ ഗബ്രി പറഞ്ഞിട്ടാണെങ്കിലും ജാസ്മിൻ അങ്ങനെ മാറി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജാസ്മിൻ എപ്പോഴും എന്താ പറയാ, അവന്റെ കൈ പിടിച്ച് നടക്കുന്നതിലാണ് കൂടുതലും താല്പര്യം. എന്തായാലും നമുക്കിന്ന് കണ്ടറിയാം എന്തൊക്കെയാണ് ഇവരെ ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന്. എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും മാറി മാറി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ നടക്കുവാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ അറിയാം. അതുപോലെ തന്നെ പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട.